മിക്ക വീക്കെൻഡ്സും എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട് കേട്ടോ. പോകുവാണെങ്കിലും ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ അല്ലെ വുഡ്സ് അല്ലെ പാർക്ക് അങ്ങനെയൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ വീക്കെൻഡ് ഞങ്ങൾ കുറച്ച് ദൂരെ ട്രാവൽ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തൊരു സ്ഥലമാണ് ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡ്. അവിടെ പോകാനും നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറിയൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. നമ്മൾ ഇതുവരെ ഫെറി ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, ആ ഒരു സ്ഥലം അങ്ങ് ഫിക്സ് ചെയ്തു. അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ചറപറ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ഐൽ ഓഫ് വൈറ്റിൽ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. ഞാനും കണ്ണപ്പനും വിസ്പിച്ച് ചെയ്യുന്ന പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നേരെ നോർവിച്ചിലേക്ക് വിട്ട് അവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ അന്നത്തെ ദിവസം നല്ല വെതറും കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിച്ചെങ്കിലും അന്ന് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കിയില്ല. എല്ലാവരും രാവിലെ തന്നെ റെഡിയായി വളരെ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഈ ട്രിപ്പിന് നമ്മൾ ഒരുങ്ങിയത്. പിന്നെ മിന്നക്കുട്ടനാണെങ്കിൽ ഈ ട്രിപ്പിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. നമ്മൾ എവിടെയോ പോകുവാണെന്ന് അവൾക്കറിയാം, പക്ഷെ നമ്മൾ ഫെറി കയറുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മളൊരു ഐലൻഡിലേക്കാണ് പോകുന്നതെന്നോ ഒന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അവളോട് പറഞ്ഞില്ല. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ആരും മിണ്ടിയില്ല. എനിവേ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്കും നിന്നെപ്പോലെ തന്നെ വളരെ ഒരു സർപ്രൈസ് ആയിരിക്കും. കാരണം ഞങ്ങളിതുവരെ ഫെറിയിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോർവിച്ചിൽ നിന്ന് പോർട്സ്മൗത്ത് എന്ന് പറയുന്ന ഒരു പോർട്ട് ചെന്നിട്ട് അവിടുന്ന് ഫെറി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് പോകുന്നത്. തലേദിവസമാണ് ഞങ്ങൾ നമ്മളുടെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്തത്. ഇതൊരു സഡൻ പ്ലാൻ ആയിരുന്നതുകൊണ്ട് നേരത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തലേദിവസമാണ് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത്. വെക്കുന്നത് എൻ്റെ ഉള്ളിലോട്ട് കൊണ്ട് കൈ വെച്ചോണ്ടിരിക്കുക. ഞങ്ങളാണെങ്കിൽ ആദ്യമായിട്ട് ഫെറിയിലൊക്കെ കയറുന്നതുകൊണ്ട് തന്നെ അതിനി ലേറ്റ് ആവണ്ട, അവിടെ എത്താൻ ഡിലേ ആവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെയാണ് ഇറങ്ങിയത്. നമ്മുടെ ഫെറി ബോർഡ് ചെയ്യുന്ന ടൈം 7:20 ആണ്, ഈവനിങ് 7:20. ഞങ്ങളാണെങ്കിലോ ഒരു 3 മണിക്കൂർ ഏർലി അവിടെ എത്തി. അപ്പോൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകാം, അതിനടുത്തുള്ള എവിടെയെങ്കിലും കാണാൻ പോകാമെന്ന് കരുതി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിൻസർ കാസ്റ്റലിൻ്റെ ബോർഡ് കണ്ടത്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചേക്കാമെന്ന് കരുതി വിൻസർ കാസ്റ്റൽ കാണാനേക്ക് പോയി. എനിക്ക് കാസ്റ്റലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പം കാസ്റ്റലിനകത്ത് കയറാമെന്ന് കരുതിയിട്ട്. അവിടെ എത്തിയപ്പോഴോ ഒരു ഉത്സവത്തിനുള്ള ഒരാളും എങ്ങും പാർക്കിംഗ് ഇല്ല. കുറേ വണ്ടിയും കൊണ്ട് കറങ്ങി, പോയ വഴി കൂടെ തന്നെ ഒരു 3-4 വട്ടമെങ്കിലും കറങ്ങി, എവിടെയും പാർക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ പാർക്കിംഗ് ഒക്കെ കിട്ടി ഈ കാസ്റ്റലൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളിനി അവിടെ എത്താൻ ലേറ്റ് ആയാലോ എന്നുള്ളൊരു പേടി വന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ തിരിച്ച് ഫെറിയിലേക്ക് തന്നെ പോകാമെന്ന്.
അങ്ങനെ എൻ്റെ കാസ്റ്റിൽ കാണാനുള്ള ആഗ്രഹം അവിടെ കഴിഞ്ഞു. അത് നടന്നില്ല. അതിനി വേറൊരു ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ദിവസം വേണം ആ ഒരു കാസ്റ്റിൽ കണ്ടു തരാൻ, അത്രയ്ക്കുണ്ടത്. അപ്പം കാസ്റ്റിൽ കാണാത്ത വിഷമത്തിൽ ഞാനങ്ങ് അവിടെ കുറച്ച് നേരം സൈലൻ്റായിട്ടിരുന്നു. ഇനി എപ്പോഴെങ്കിലും കാണാം അല്ലേ. എന്തായാലും കാസ്റ്റിൽ കാണാൻ പറ്റിയില്ല. പക്ഷേ കാസ്റ്റിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുപാട് വുഡ്സും പിന്നെ ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് നിറയെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ആദ്യം ഒന്ന് എക്സോസ്റ്റഡ് ആയി. കാരണം ആ വിൻസറിലുള്ള ആ തിരക്കും പാർക്കിംഗ് കിട്ടാതെയുള്ള ഒരു അലച്ചിലും ഒക്കെ ഞങ്ങളെല്ലാവരും എക്സോസ്റ്റഡ് ആക്കി കേട്ടോ. പക്ഷേ ഒരു നല്ല പ്ലേസ് കണ്ട് നമ്മളവിടെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് വീണ്ടും ജേണി കണ്ടിന്യൂ ചെയ്തത്. പോയ വഴിയാണെങ്കിലോ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള റോഡായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കുട്ടൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറി കണ്ണപ്പനായി ഡ്രൈവിംഗ് സീറ്റിൽ. കാരണം വിൻസറിൽ അതുപോലെ ട്രാഫിക് ആയിരുന്നു. കുട്ടൻ ആകെ എക്സോസ്റ്റഡായി. അപ്പോൾ ഇനി കണ്ണപ്പനാണ് ഡ്രൈവർ. ഇനി നമ്മൾ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴേക്കും പോർട്സ്മൗത്തിലെത്തും. It's time for your surprise. എന്തായിരിക്കും സർപ്രൈസ്? വെള്ളത്തിലാണ്. വേറെ സെക്കൻഡ് ഗസ്. നെക്സ്റ്റ് ഗസ് എന്താണ്? സ്വിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫ് കോഴ്സ് വി കാൻ സ്വിം. ഓക്കേ. പിന്നെ തേർഡ് ഗസ്. മിന്ന ഫസ്റ്റ്. ഒരേ ഗസ്സിന് സെക്കൻഡ് ഗസ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് പോസ്റ്റ്മോർട്ടം പൂള്. എന്നിട്ട് എനിക്ക് നെക്സ്റ്റ് എന്താണെന്ന് ചെയ്യട്ടെ. ഇതുവരെ മീന എക്സ്പീരിയൻസ് ചെയ്യാത്ത സാധനമാണ്. I was telling you to can I go to the pool so many times. I was asking you that so many times. You come with your second guess. You just sticking on with your first guess. The pool. Yeah. Don't you have another guess? No. This will be your first experience. Is it a water park? Is it related to water but not actually water? Then I have no more guesses. That's all my guesses. Okay, just wait for the surprise. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പോസ്റ്റ്മോത്തെ നമ്മൾ ഗ്രേറ്റ് എറമത്തൊക്കെ പോകുമ്പോൾ ഏത് ലൈനാണെന്ന് ഒരു മിനിറ്റ് ഞാനത് എടുക്കട്ടെ. അതല്ല, വിക്ടോറിയ ഓഫ് വൈറ്റ് കേട്ടോ. ഫെറി നെയിം വിക്ടോറിയ ഓഫ് വൈറ്റ്. അത് പല പല ഫെറി ഉണ്ട്. അപ്പൊ ഇവര് അവിടുന്ന് അത് കണക്ട് ചെയ്ത് വിടും. I know it. It's a cruise ship. No. Cruise ship. Cruise ship എവിടെ? That building. അയ്യേ മിന്ന. Oh no. But you're too close. Yeah. നമ്മൾ ഓൾറെഡി ക്ലോസ് ആയി. അരമണിക്കൂർ മുമ്പ് എത്തല്ലെന്നല്ലേ പറഞ്ഞത്. നമ്മള് 1 hour മുന്നേ. ഇപ്പൊ 6:20 ആ
6:17 ആയപ്പോൾ പോർട്ടിലെത്തി. അവിടെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഏത് ലൈനിലാണ് കാറ് പാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. നമ്മൾക്ക് കിട്ടിയ നമ്പർ 20 ആയിരുന്നു. അപ്പം ആ ലൈനിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ കാറുകൾ പല ലൈനുകളിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 7:20ക്കാണ് നമ്മളുടെ ഫെറി ഇവിടുന്ന് ഡിപ്പാച്ചർ ടൈം. അപ്പം അതുവരെ നമ്മളിവിടെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യണം. ആ ഒരു ടൈം ആകുമ്പോഴേ അവർ ആ ഗേറ്റ് നമുക്ക് ഓപ്പൺ ആക്കി തരുള്ളൂ. It's not a boat. Then it's a cruise ship. It's a ship. It's a ship. Yay! Finally you Wait, got it. wait. Is there activities in it in the ship? It's just 20 to 30 minutes, so probably we can just come out from the. She guessed it. So wait, are we? എക്സൈറ്റ്മെന്റ് ഒന്നും staying ഇല്ല. there? ചുമ്മാ അവളെ ഒരു ചോദ്യം ചോദിച്ചോണ്ടിരിക്കുള്ളൂ അവിടെ. Not in the ship. What? Hey, you wait. You wait and see. പിന്നെ don't ask questions. ഫൈനലി ഇതാണ് കേട്ടോ നമ്മുടെ ഫെറി. നമ്മുടെ ഫെറിയുടെ പേര് വിക്ടോറിയ ഓഫ് വൈറ്റ് എന്നാണ്. അപ്പോൾ ഫ്രണ്ടിലുള്ള ഓരോ കാറുകളും ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേണും വന്നു, നമ്മളുടെ കാറും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, മിന്നെ പോലെ തന്നെ. കാരണം നമ്മൾ ഇതുവരെ ഇതുപോലെ ഫെറിയിലൊന്നും കയറിയിട്ടില്ല, പിന്നെ അതുമല്ല സീ കൂടെ ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ കാറ് ഫെറിയിൽ കയറി. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലൈനുണ്ട്, അതിൽ വേണം നമ്മൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട്. പ്രയോറിറ്റി അനുസരിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യം ഇറങ്ങി പോകേണ്ടവർക്ക് അങ്ങനെ പ്രയോറിറ്റി പാർക്കിങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും നമ്മുടെ ലൈനിൽ നമ്മുടെ കാറായിരുന്നു ആദ്യം. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് നമ്മൾ അവിടെയുള്ള ഒരു വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു. സൈഡിലുള്ള ബിൽഡിംഗ് ആണെങ്കിലും എല്ലാം കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇനി നമുക്ക് ഡെക്കിലേക്ക് കയറണം. നമുക്ക് അവിടെ കഫേ ഉണ്ട്, നമുക്ക് ഇരിക്കാം, നമുക്ക് വ്യൂ എൻജോയ് ചെയ്യാം, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ജസ്റ്റ് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് നേരെ ഇനി ഡെക്കിലേക്ക് കയറാൻ പോവാണേ. ഫെറിയുടെ ഏറ്റവും മുകളിലുള്ള ഡെക്ക് തന്നെ എടുത്തു. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റും പിടിച്ചു കേട്ടോ. എങ്കിലല്ലേ നമുക്ക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്നുള്ള വ്യൂ അമേസിങ് ആയിരുന്നു. കുറേ ബോട്ട്സും പിന്നെ ഫെറിയുണ്ട്, ഷിപ്സുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഇതുപോലത്തെ കുട്ടി കുട്ടി ബോട്ടും ഫിഷിംഗ് ബോട്ട്, അങ്ങനെ കുറേ അവിടെ കാണാൻ പറ്റുമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ. ഓ വാ 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 മിന്ന വന്നേ. മിന്ന കമോൺ.
നമ്മൾ ഐസ്ക്രീമിൻ്റെ അവിടെ സ്റ്റോപ്പായി. നോ ഐസ്ക്രീം. ഫെറിയിൽ കയറിയത് ഞങ്ങൾ നേരെ പോയത് ഓപ്പൺ ഡെക്കിലേക്കായിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് ഞാനും മിന്നിയും കണ്ണപ്പനും കൂടെ നേരെ ഓപ്പൺ ഡെക്കിലേക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്ത് ഓപ്പൺ ഡെക്കിലൊക്കെ പോയി എല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫെറി പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത്. എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. പേടിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം സേഫ് ആണല്ലോ. ആകെ ഒരു 20-25 മിനിറ്റ്സേ ഉള്ളൂ നമുക്കിതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ അടുത്ത പോർട്ടിലെത്തും. ഫിഷ് ബോൺ എന്നുള്ള പോർട്ടിലാണ് നമ്മൾ ചെന്നിറങ്ങാൻ പോകുന്നത്. അപ്പം അത്രയും നേരം ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിന്നെയാണെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ല് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫെറി മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഓപ്പൺ ഡെക്കിലേക്ക് വന്നു. ഭയങ്കര കാറ്റായിരുന്നു. ഇത് മൂവ് ചെയ്യുന്നത് നല്ല സ്പീഡിലാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാറ്റ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര കാറ്റായിരുന്നു, നമ്മളിങ്ങനെ പറന്നു വന്ന പോലത്തെ കാറ്റായിരുന്നു. എനിവേ എല്ലാം അടിപൊളിയായിരുന്നു. അവിടുത്തെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ഒരു അനുഭവം ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ.